ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്തുമാത്രം ഫീലിങ്സ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാൻ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് ഇതെപ്പോൾ വേണമെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സബ്സ്ക്രൈബ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പേർ പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നു എന്ന് കേൾക്കുമ്പോഴും, അതായത് മെസ്സേജായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ അറിയിക്കുമ്പോഴും ഒരുപാട് സന്തോഷമാണ് ഉള്ളത്. ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും. അപ്പോൾ പിന്നെ ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഒരു ഗൈഡൻസാക്കി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളോട് എന്തുമാത്രം ഫീലിങ്സാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്? ഈ ഒരു സമയത്ത് എന്തുമാത്രം ഫീലിങ്സാണ് നിങ്ങളോടുള്ളത്? നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്തുമാത്രം ഫീലിങ്സാണ് നിങ്ങളോടുള്ളത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം കിട്ടിയ കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കിട്ടുന്ന കാർഡ്സൊക്കെ നല്ല കാർഡ്സാണ്. ഇവിടെ ഇങ്ങനെ കാർഡ്സ് കിട്ടുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ ഉറപ്പിക്കാം, കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വരുന്ന സമയമാണ് ഇത് എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അടുപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നല്ല കാർഡ്സ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നോ കോണ്ടാക്റ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന സമയമാണിത്. അതാണ് നമുക്ക് ഈ 3 ദിവസമായി നല്ല പുതിയ എന്നുവെച്ചാൽ കാർഡൊക്കെ വരുന്നത് എല്ലാം പെട്ടെന്ന് തിരിച്ച് വരുന്ന ഒരു കാർഡാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന കാർഡ്സൊക്കെ. അപ്പോൾ ഇന്നും കിട്ടിയത് അതുപോലെ തന്നെയാണ്, സൺ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഫീലിങ്സാണ്, നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് വല്ലാത്തൊരു അഡിക്ഷനാണ് ഇപ്പോൾ നിങ്ങളോടുള്ളത്. ഫിസിക്കൽ അഡിക്ഷൻ ആവാം, അതേപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട്. നിങ്ങളുടെ ഓർമ്മകളാണ് അവരെ വല്ലാതെ അലട്ടുന്നത് എന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും പറയണ്ട, നിങ്ങളെ തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ചിന്തയായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആകണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ളത് നിങ്ങളോടുള്ള ഒരുപാട് ഫീലിങ്സാണ്. ഈ വ്യക്തിക്ക് ഒരുപാട് ഓർമ്മകളാണ്. നിങ്ങളെ എന്താ പറയുക, വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ഇതോടെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നത്. നിങ്ങളെ ആർക്കും വ്യക്തി വിട്ടുകൊടുക്കാനാവില്ല, അല്ലെങ്കിൽ അങ്ങനെയൊരു അതിശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചു വരവാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു ഫീലിങ്സിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതായത് ശക്തമായ ഒരു തിരിച്ചൊരു വരവ് നിങ്ങളിലേക്ക് വരണം എന്നുള്ള അത്തരം ഒരു ഫീലിങ്സിലാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുള്ളത് എന്നതാണ് നമ്മൾക്ക് ആദ്യം കിട്ടിയ കാർഡ്സിൽ തന്നെ പറയാൻ പറ്റുന്നത്. ശക്തമായ ഒരു തിരിച്ചു വരവ് ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ആൾ ഒരുങ്ങി നിന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ഞാൻ പെട്ടെന്ന് എൻ്റെ ചെക്കനിലേക്ക് പോകും അല്ലെങ്കിൽ പെണ്ണിനയിലേക്ക് പോകും. ഇത് കാണുന്ന ആണാണെങ്കിൽ അങ്ങനെ വിചാരിക്കുക, പെണ്ണാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, ഞാൻ പെട്ടെന്ന് എന്നെ കോൾ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, എനിക്കിപ്പോൾ നീ ഇല്ലാതെ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾക്ക് ആദ്യം കിട്ടിയ കാർഡിൽ തന്നെ പറയാൻ സാധിക്കുന്നത്. എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേരിലായാലും ആ ഒരു സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്തിട്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്, എന്താണോ നിങ്ങൾക്കുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത്, ആ തടസ്സത്തിനെ അതിജീവിച്ച്
ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അത് കാരണമാണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കാരണമോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കാരണമോ എന്താണ് കാരണം എന്നുള്ളത് ആ കാരണത്തിൽ നിന്നും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നതാണ് കാണുന്നത്. അതിൽ നിന്നും ഈ വ്യക്തി മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരും. എന്ത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്തിട്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഇപ്പോൾ പേടി വന്നു കഴിഞ്ഞു. നിങ്ങളെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. മുന്നോട്ട് ഒരു എന്താ പറയുക, ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാതെ ഈ വ്യക്തി ഏത് നേരത്തും ഇപ്പോൾ നിങ്ങളെ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അപ്പോൾ പഴയ നിങ്ങളുടെ വ്യക്തി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഏത് സമയത്തും മുഴുവൻ സമയത്തും ഇപ്പോൾ നിങ്ങളെ മാത്രം ചിന്തിച്ചിട്ട് ചിലപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ടുണ്ടാവുക ഇതൊരു നോ കോണ്ടാക്റ്റ് ആയിട്ട്. അപ്പോൾ അപ്പോഴേക്കും ആൾക്ക് ഭയങ്കര പേടി വന്നു കഴിഞ്ഞു. ഇത് ശരിയാവില്ല, അവളെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവനെ നഷ്ടപ്പെടുമോ, എനിക്ക് കിട്ടില്ലേ എന്നുള്ള ഒരു പേടി ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ അവർ എന്താക്കും, മൂവ് ഓൺ ചെയ്യുമെന്നാണ് പറയുന്നത്. ആ സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർത്തിട്ടായാലും നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫാമിലി എതിർത്താലും കണ്ടോ, അതൊരു നല്ല കാർഡ്സാണ്. അതായത് നിങ്ങളും ഒരു ഹാപ്പി ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളും നല്ലൊരു ലൈഫാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം കിട്ടിയ കാർഡ് തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഇത് ഉടനെ വരുന്നൊരു വ്യക്തിയാണെന്നുള്ളത്. ഇത് കുറച്ച് ദിവസമായില്ലേ നമുക്ക് ഈ നല്ല നല്ല കാർഡ് കിട്ടാൻ തുടങ്ങിയിട്ടും. അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു സംശയവും വേണ്ട. ഇപ്പം അടുത്ത് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളിപ്പോൾ സങ്കടത്തിലാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അത്രമാത്രം സങ്കടത്തോടെയാണ് കാണുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സങ്കടപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി ഹാപ്പിയാണ്. നിങ്ങളെ തിരിച്ചു കിട്ടാനുള്ള ആ മൂഡിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് എന്തോ ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ അത്തരം ആ ഒരു സ്നേഹബന്ധമായിരിക്കണം നിങ്ങളുടേത്. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് എന്തോ ഒരു മൂഡാണ്, എന്തോ ഒരു ഹാപ്പിയാണ് ആ വ്യക്തിക്ക്. വല്ലാത്തൊരു ഹാപ്പിനെസ്സിലോട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. ആ വ്യക്തിക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. വെറുതെ ഒന്ന് ഓർത്താൽ മാത്രം മതി, വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തി ആഗ്രഹിക്കുന്ന എന്താണ്, നിങ്ങളുമൊത്ത് നല്ലൊരു ഫാമിലി വേണം. നിങ്ങളെ ഈ വ്യക്തിയോട് അതായത് ലൈഫ് ലോങ് നിങ്ങൾ ഈ വ്യക്തി ഒരു ഫാമിലി പോലെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് കാണുന്നത് എന്താ പറയുക, എല്ലാ ജനറലാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഇപ്പം ലവേഴ്സിന് ഇത് കാണാം, അതേപോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവരുണ്ടാവും. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണോ, ഹസ്ബൻഡിനായാലും വൈഫിനായാലും ഇതെങ്ങനെയാണോ നിങ്ങളുടെ വ്യക്തി, നിങ്ങളിപ്പോൾ ഏത് തരം റിലേഷൻ ആയാലും ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന, അവരോടൊപ്പം ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയെയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല സന്തോഷമുണ്ട്. ഇന്ന് നല്ല കാർഡ്സാണ് കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ ഈ ഒരു സമയത്ത് എന്താണ്, അവർ അതിനുള്ള തയ്യാറെടുപ്പിലാണ്, അതിനുള്ള ആ ഒരു എന്താ പറയുക, ശക്തമായ ആ ഒരു ചിന്തയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് വരാനും അവർ അതിനുള്ള ഇതാണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സമയത്ത് അവർ നല്ല ചിന്ത, അതായത് ഈ സമയത്ത് അവരിപ്പം ഒരു നല്ല കഴിവൊക്കെയുള്ള, അതായത് ചിന്ത കൊണ്ട് ചില ഐഡിയ ഒക്കെ ഉണ്ടാവില്ലേ, ഇവർക്ക് പല കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. പല കഴിവെന്ന് പറയുന്നത് ഇവർക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവർ ഫാമിലിയിലേക്ക് എതിർക്കുന്നുണ്ടെങ്കിലും ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചെത്താണെങ്കിലും ഈ വ്യക്തി ചില സമയത്ത് കുറച്ചൊക്കെ കഷ്ടപ്പെടണമല്ലോ. അപ്പോൾ അതൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി തന്നെ ഈ വ്യക്തി ഇങ്ങനെ ബുദ്ധിപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. ഇപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, മനസ്സിലായോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം.
ചിലപ്പോൾ ചില സാഹചര്യത്തെ അതിജീവിക്കാനുണ്ടാവാം, ചില തടസ്സങ്ങൾ അതിജീവിക്കാനുണ്ടാവാം. അപ്പോൾ ശക്തമായ ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ മാത്രമേ ആയിരിക്കാം നിങ്ങളെ ഇവർക്ക് കിട്ടുക. ശക്തമായ ഒരു ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതിബുദ്ധി പ്രയോഗിച്ചിട്ട് വേണം നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ. അപ്പോൾ ഈ വ്യക്തിക്ക് അതിനുള്ള കഴിവുകളുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് എൻഡാക്കണം. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ? അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, പറഞ്ഞില്ലേ, സിറ്റുവേഷൻ എന്ത് തന്നെ ആവാം, ഫാമിലി ആവാം, സിറ്റുവേഷൻ എന്ത് തന്നെ ആവാം. ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സമുള്ള ആ ഒരു സിറ്റുവേഷനെ എൻഡാക്കണം ഈ വ്യക്തിക്ക്. കാരണം നമ്മൾക്ക് ആദ്യം കിട്ടിയ കാർഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് വേണം നിങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നമുക്ക് വേൾഡ് കാർഡ് കിട്ടി. ഈ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി തീർച്ചയായിട്ടും ആ സിറ്റുവേഷനെ മറികടക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യും. തീർച്ചയായിട്ടും ആ വ്യക്തി മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് എത്തും. കാരണം നിങ്ങളോടൊപ്പം ഒരുപാട് എന്താ പറയുക, നിങ്ങളെ ഈ സമയത്ത് ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുമൊത്ത് ചിലവഴിച്ച നിമിഷങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഈ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ഈ വ്യക്തിക്ക്. അതാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം. ആ ഒരു ഡ്രീംസൊക്കെ ഈ വ്യക്തി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഒരു എന്താ പറയുക, ഹാപ്പിനെസ്സാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾ ഓർക്കുമ്പോഴേ തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഹാപ്പിയാണ് ഈ വ്യക്തിക്ക് വരുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ വ്യക്തി നല്ല എന്താ പറയുക, ഈ സമയത്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും. ചിലപ്പോൾ ഫാമിലി എതിർത്ത് നിൽക്കുന്നുണ്ടാവുക ഈ വ്യക്തിയെ. ഫാമിലി കൺട്രോളിങ്ങിലെല്ലാം ഭയമുണ്ട് ഈ വ്യക്തിക്ക്. ചിലപ്പോൾ അത് ആ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ കഷ്ടപ്പെട്ട് എന്താ പറയുക, ഇപ്പോൾ ഈ സമയത്ത് ബുദ്ധിപരമായ രീതിയിൽ നീങ്ങുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഭയമുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ആ തേർഡ് പാർട്ടി ആ സിറ്റുവേഷൻ വ്യക്തിക്ക് ഭയക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താ പറയുക, ഈ സമയത്ത് അതിബുദ്ധി കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇത് ഈ സമയത്ത് ഫാമിലിയിലൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകുമ്പോൾ ഈ വ്യക്തിക്ക് ഫാമിലി ആവാം, മറ്റ് വ്യക്തികളാവാം, സാഹചര്യമാവാം, എന്തു തന്നെയായാലും ഈ ബുദ്ധിപരമായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കാണുന്നത്. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചില ബുദ്ധിപരമായ രീതിയിലാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരും. പെട്ടെന്ന് ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഈ വ്യക്തി വരും നിങ്ങളിലേക്ക്. പക്ഷേ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് നിങ്ങളിലേക്ക് വരാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് നിങ്ങളിലേക്ക് വന്നാൽ ആ സാഹചര്യം ചിലപ്പോൾ ഈ വ്യക്തിയെ തകർത്തിരിക്കാം. അങ്ങനെയൊക്കെ പേടിയുണ്ട് ഈ വ്യക്തിക്ക്, കുറച്ച് ഭയമുണ്ട്. അതായത് ഈ സമയത്ത് ആ വ്യക്തിക്ക് ചെറിയ രീതിയിൽ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഒരു ഭയം കാണുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അതാ ഇടിമിന്നലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തെ ഓർത്തെടുക്കുമ്പോൾ, അതായത് ഈ സമയത്ത് നിങ്ങളിലേക്ക് വരേണ്ട ഒരു മൂഡിലാണ് ഈ വ്യക്തി ഉള്ളത്. എങ്കിലും ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ ആ ഭയക്കുന്നത് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നാൽ ചിലപ്പോൾ എന്തൊക്കെയോ തകർച്ച അല്ലെങ്കിൽ പലതും ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. അതൊക്കെ ഈ വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട്. അവരെ നഷ്ടപ്പെടുത്തിയായിരിക്കാം നിങ്ങളിലേക്ക് വരേണ്ട, അല്ലെങ്കിൽ സാഹചര്യത്തിലോ വ്യക്തികളെയോ ചിലപ്പോൾ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ അതിനൊക്കെ ഈ വ്യക്തി ചെറിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന് പോലും ഈ വ്യക്തി ഭയക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷെ എന്ത് തന്നെ ആയാലും ശരി, ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഒരു സമാധാനമില്ല, ഒരു ഭയങ്കരമായ കഷ്ടപ്പാടാണ്. നിങ്ങളില്ലാത്ത നിമിഷം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് രാത്രിയിൽ ഉറക്കമില്ല. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വ്യക്തിക്ക് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണോ നിങ്ങൾ അടർത്തി മാറ്റിയത് അത് ഇവിടെ ചില സമയത്ത് ചിലരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡായ ഒരു ഇതായിരിക്കാം. നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു എൻഡായ ഒരു റിലേഷൻഷിപ്പായിരിക്കാം. പക്ഷെ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു റീബർത്താണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ഈ സിറ്റുവേഷനെ മറികടക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനെ മറികടക്കും നിങ്ങൾ. കാരണം ഈ വ്യക്തി ഇപ്പോൾ നല്ലതുപോലെ നിങ്ങളെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് ഹെർമിറ്റാണ്. അവർ ബുദ്ധിപരമായിട്ട് നോക്കിക്കാണുന്നു കാര്യങ്ങൾ. കണ്ടോ, നേരത്തെ കണ്ടത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാർഡാണ്. ഇപ്പോഴും വന്നത് അതേ കാർഡ് തന്നെയാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളെന്നാണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും. അതാണ് ദി ചാരിയറ്റാണ്
എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സത്തിനെ അതിജീവിച്ചിട്ട് നിങ്ങളിലേക്ക് വരും. എന്തിൻ്റെ പേരിലാണോ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയത്, എന്താണോ നിങ്ങളെ അടർത്തി മാറ്റിയത്, എന്ത് സിറ്റുവേഷനാണോ നിങ്ങളെ ഇല്ലാതാക്കി, അപ്പോൾ ആ സിറ്റുവേഷനെ ഇല്ലാതാക്കിയിട്ട് അപ്പോൾ ഇപ്പോൾ അവർക്കൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അത് പെട്ടെന്ന് വന്നാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ ഇങ്ങനെ ചെയ്താൽ ആ സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നാൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി വ്യക്തിക്കുണ്ട്. എങ്കിലും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സൺ കാർഡ്, ആദ്യം കിട്ടിയ കാർഡ് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ആൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, എന്ത് സാഹചര്യമായാലും ശരി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, എന്ത് സാഹചര്യമായാലും ശരി ഞാൻ നിന്നിലേക്ക് തന്നെ വരും. ആ ഒരു ഫീലിങ്സാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാം, നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾക്ക് ഇന്നത്തെ കാർഡ്സിലും കാണാൻ സാധിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ക്ലൂസ് എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കറണ്ട് പോയി, അതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കിത് റെസനേറ്റ് ആയി തുടങ്ങും. അതേപോലെ W എന്ന് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ വർക്കർ ആവാം നിങ്ങൾ. മൂലം എന്ന് കിട്ടിയിട്ടുണ്ട്. H കിട്ടിയിട്ടുണ്ട്. H ചിത്തിര. E കേട്ടോ, പാലക്കാട്. A എന്ന് കിട്ടിയിട്ടുണ്ട്. U കേട്ടോ, U കിട്ടിയിട്ടുണ്ട്. ഭരണി. മകം എന്ന് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി. R കേട്ടോ, R. തിരുവാതിര. ഉത്രം. പൂയം. സ്റ്റുഡൻറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ്. D എന്ന് കിട്ടിയിട്ടുണ്ട്. 29. അതേപോലെ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.